ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇന്റഗ്രേഷൻ എന്ന് നോക്കാം. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയാന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രേഷൻ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ് എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ് ആണ് എന്ത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. ആ ഡെറിവേറ്റീവിൽ നിന്ന് നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആ ഒരു പ്രോസസ് ആണ് എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ നിന്ന് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആ ഡെറിവേറ്റീവിൽ നിന്ന് തിരിച്ചിപ്പോ ഡെറിവേറ്റീവ് ആണ് ഗിവൺ, അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് എത്തണമെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ by dx of sin 3x, d by dx of sin 3x എന്താണ്? cos 3x into 3. അപ്പൊ 3 cos 3x ആണ് എന്ത്? d by dx of sin 3x എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡെറിവേറ്റീവ് കിട്ടി. ഇപ്പൊ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. ഈ ഡെറിവേറ്റീവിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലോട്ട് എത്തണം. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് നമുക്ക് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 cos 3x. അപ്പം ഇത് ഏത് ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 cos 3x എന്ന് കിട്ടുന്ന ആ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ആന്റി ഡെറിവേറ്റീവ് ആണ് ഇത് ഇന്റഗ്രേഷൻ എന്ന് പറയാം. നമുക്കറിയാം d by dx of sin x ആണ് cos x. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? cos 3x ആണ്. അപ്പൊ cos 3x കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കണം? sin 3x. d by dx of sin 3x ചെയ്താലായിരിക്കണം എന്ത് കിട്ടുന്നത്? cos 3x കിട്ടുന്നത്. അപ്പൊ d by dx of sin 3x എന്താ? 3 cos 3x ആണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഡെറിവേറ്റീവ് തന്നിട്ട് തിരിച്ച് ആ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട പ്രോസസ്സിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ ഓഫ് 3 cos 3x എന്ന് പറയുന്നത് എന്താണ്? sin 3x ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. d by dx of f of x. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ d by dx of f of x നെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ f of x എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട പ്രോസസ് ആണ് എന്ത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ നമുക്കൊരു ഡെറിവേറ്റീവ് ഗിവൺ ആണ്. ആ ഡെറിവേറ്റീവിൽ നിന്ന് നമുക്ക് ആ ഒരു ഫംഗ്ഷനിലോട്ട് എത്തണമെങ്കിൽ ആ ഒരു റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? d by dx of f of x is equal to small letter f of x ആണെങ്കിൽ നമുക്ക് തിരിച്ചെന്ത് പറയാം? ഇന്റഗ്രൽ ഓഫ് f of x എന്ന് പറയുന്നത് ഈക്വൽ ടു f of x പ്ലസ് സി എന്ന് പറയാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ട് f of x പ്ലസ് സി നമ്മൾ യൂസ് ചെയ്തു? അതിന് കാരണമുണ്ട്. ഇപ്പൊ നമുക്ക് d by dx of x square plus 5. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ട d by dx of x square plus 7. അപ്പോൾ d by dx of x square plus 5 എന്താണ്? 2x ആണ്. 2x into d by dx of 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് d by dx of 5 എന്ന് പറയുന്നത് 0 കിട്ടും. എഗെയിൻ ഇവിടെ d by dx of x square എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. പ്ലസ് d by dx of കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഇപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി. തിരിച്ച് നമുക്ക് ഇന്റഗ്രൽ 2x നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? തിരിച്ച് ഇന്റഗ്രൽ 2x ചെയ്താൽ നമുക്ക് x square plus 5 കിട്ടും. അതും x square plus 7 കിട്ടും. നമുക്ക് നോക്കാം. ഇന്റഗ്രൽ 2x ചെയ്ത് കഴിഞ്ഞാൽ 2 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ x എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ അതിന്റെ ഫോർമുലയൊക്കെ നോക്കും. ഇന്റഗ്രൽ x raised to n ന്റെ ഫോർമുല എന്താണ്? x raised to n plus 1 by n plus 1 ആണ്. അപ്പൊ ഇന്റഗ്രൽ x എന്ന് പറയുമ്പോൾ എന്താണ്? 2x square
ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ആവും. അപ്പൊ എക്സ് സ്ക്വയറിനെ കിട്ടുള്ളൂ. എക്സ് സ്ക്വയറിന് ശേഷമുള്ള ആ ഒരു കോൺസ്റ്റന്റ് 5 ആണോ 7 ആണോ എന്ന് നമുക്ക് കറക്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം എപ്പോഴും എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതിന്റെ അർത്ഥം എന്താണ്? ഇന്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ എക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷന്റെ വേരിയബിൾ ആണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഈ രണ്ട് ടേമും നമുക്ക് എന്തായിരിക്കണം? ഈ രണ്ട് ടേമും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് കുറച്ച് ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് നോക്കാം. അപ്പൊ നമുക്കറിയാം റിവേഴ്സ് പ്രോസസ് ആണ്, ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ് എന്ത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിഫറൻസിയേഷന്റെ ബേസിക് ഫോർമുലാസ് എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് അതിൽ നിന്ന് ഇന്റഗ്രേഷന്റെ ഫോർമുലയിലോട്ട് എത്താം. നമുക്കറിയാം എന്താണ് ആദ്യത്തെ ഫോർമുല? എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് പ്രോസസ് അല്ലേ? ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തെന്ന് പറയാം? സൈൻ എക്സ് പ്ലസ് സി എന്ന് പറയാം. അതുപോലെ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം കിട്ടി. ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. അടുത്തത് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സി. ഇനി അടുത്തത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സീക് സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി എന്ന് പറയാം. ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറയാം. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് പറയാൻ പറ്റും? മൈനസ് കോട്ട് എക്സ് പ്ലസ് സി എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. റിവേഴ്സ് പ്രോസസ്, ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് എന്ത്? ഇന്റഗ്രേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് സീക് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക് എക്സ് എന്താണ്? സീക് എക്സ് ടാൻ എക്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ ഓഫ് സീക് എക്സ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു സീക് എക്സ് പ്ലസ് സി എന്ന് പറയാം. ഇന്റഗ്രൽ ഓഫ് സീക് എക്സ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സീക് എക്സ് പ്ലസ് സി എന്ന് പറയാം. അടുത്ത എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് എന്താണ്? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ് പ്ലസ് സി എന്ന് പറയും. ഇനി വേറൊരു കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രൽ ടാൻ എക്സോ ഇന്റഗ്രൽ കോട്ട് എക്സോ ഇന്റഗ്രൽ സീക് എക്സോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ പല ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യത്തെ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു tan x plus c. Integral cosec square x dx is equal to minus cot x plus c. Integral sec x tan x dx is equal to sec x plus c. Integral cosec x cot x is equal to minus cosec x plus c. ഇനി അടുത്ത നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു ഫോർമുലയാണ് d by dx of sin inverse x. d by dx of sin inverse x എന്താണ്? 1 by root of 1 minus x square. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 1 by root of 1 minus x square dx ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? sin inverse x plus c എന്ന് കിട്ടും. അതുപോലെ നമുക്ക് d by dx of
cos inverse x, d by dx of cos inverse x എന്താണ് മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഇന്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയറിന്റെ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു കാര്യം നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോൾ പഠിച്ചൊരു ഫോർമുലയാണ് d by dx ഓഫ് a ഒന്ന് നല്ല രീതിയിൽ പഠിച്ചാൽ മതി. d by dx of tan inverse x എന്താണ് 1/1 plus x square. നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ 1/1 plus x square dx is equal to tan inverse x plus c എന്ന് പറയാം. ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രൽസിന്റെ ഫോർമുലാസ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു ഫോർമുല നമുക്കറിയാം, d by dx of x raised to n നമ്മൾ പഠിച്ചു. x raised n x raised to n minus 1 ആണ്. അതുപോലെ ഇന്റഗ്രൽ x raised to n dx എന്ന് പറയുന്നത് എന്താണ്, x raised to n plus 1 by n plus 1. അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഇന്റഗ്രൽ x raised to എല്ലാത്തിൻ്റെ കൂടെ പ്ലസ് കോൺസ്റ്റന്റ് ആഡ് ചെയ്തോളണം. ഇന്റഗ്രൽ x raised to n dx എന്താണ് x raised to n plus 1 by n plus 1 plus c ആണ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ x square dx. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ n എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്. അപ്പം x raised to 2 plus 1 by 2 plus 1 which is equal to x raised to 3 divided by 3 plus c. ഇനി again നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ x raised to 1 by 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, x raised to 3/2 divided by 3/2. ഇത് മുകളിൽ പോകുമ്പോൾ 2/3 x raised to 3/2 plus c എന്ന് വരും. ഇനി അടുത്ത ഫോർമുല, അപ്പൊ ആദ്യത്തെ ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നമുക്ക് നോക്കി. ഇനി നമുക്ക് അടുത്ത അറിയേണ്ട പ്രധാനപ്പെട്ട സെക്കൻഡ് ഫോർമുല എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ e raised to x. ഇന്റഗ്രൽ e raised to x dx എന്താണ്, e raised to x plus c തന്നെയാണ്. ഇന്റഗ്രൽ 1/x dx, d by dx ഓഫ് log x എന്ന് പറയുന്നത് എന്താണ് 1/x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇന്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. മോഡ് എക്സ് വരെ എക്സിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അതുപോലെ ഇന്റഗ്രൽ a raised to x dx, ഇന്റഗ്രൽ a raised to x വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, നോട്ട് ചെയ്തോളൂ. ഇന്റഗ്രൽ a raised to x dx എന്ന് പറയുന്നത് a raised to x by log a പ്ലസ് സി ആണ്. അപ്പൊ ഈ ഫോർമുലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി വരും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം ഓർത്തിരിക്കുക. ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, നമുക്ക് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. d by dx ഓഫ് d by dx of integral f of x dx. അപ്പം ഈ ഇന്റഗ്രേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് എന്ത്, ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ d by dx ഉം f ഉം കൂടെ കട്ടായി പോകത്തില്ലേ. അപ്പൊ d by dx of integral f of x dx എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു f of x തന്നെയാണ്. ഇനി അടുത്തത് again ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, d by dx ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. വിച്ച് ഈസ് ഇത് രണ്ടും കൂടെ കട്ടാകുമ്പോൾ എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. അടുത്തത് കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ k into f of x dx. k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രലിന്റെ പുറത്ത് എഴുതാം, k into ഇന്റഗ്രൽ ഓഫ് f of x dx എന്ന് എഴുതാൻ സാധിക്കും. ഇനി അടുത്തത് ഇന്റഗ്രൽ f of x പ്ലസ് ഓർ മൈനസ് g of x dx എന്ന് പറയുമ്പോൾ ഓരോ ടേമിനെ നമുക്ക് സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ f of x dx പ്ലസ് ഓർ മൈനസ് ഇന്റഗ്രൽ g of x dx ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വരുന്ന കേസിലും k1 f1 of x plus k2 f2 of x plus k3. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ഓരോ ടേമും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ഇത്രയാണ് എന്താ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് ദ ആന്റി ഡെറിവേറ്റീവ്. ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഇതിനെയൊക്കെ ഇന്റഗ്രേറ്റ് ആ ചെയ്യേണ്ടത്. റൈറ്റ് ആൻ ആന്റി ഡെറിവേറ്റീവ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. അപ്പം നമുക്ക് എന്താണ്
ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് തന്നിട്ട് തിരിച്ച് ആ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഏത് ഫംഗ്ഷൻ വെച്ചിട്ട് d/dx ഓഫ് sin x cos x ആണ്, പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് cos 2x ആണ് വേണ്ടത്. അപ്പൊ cos 2x വരണമെങ്കിൽ നമുക്ക് എന്ത് വരണം, sin 2x ഡിവൈഡഡ് sin 2x നമുക്ക് കിട്ടാം. d/dx ഓഫ് sin 2x എന്ന് പറയുമ്പോൾ d/dx ഓഫ് sin 2x by 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, cos 2x. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ cos 2x ആണ്. ഇന്റഗ്രൽ cos 2x എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ cos x, ഇന്റഗ്രൽ cos x എന്താണ്, ഇന്റഗ്രൽ cos x എന്ന് പറയുന്നത് sin x ആണ്. ഇവിടെ x ന് പകരം 2x ആണ്, അപ്പം sin 2x എന്ന് വരും ഡിവൈഡഡ് ബൈ 2x. ഇവിടെ അഡീഷണൽ x എന്നല്ല 2x എന്നാണ്, അപ്പൊ ഡിവൈഡഡ് ബൈ d/dx ഓഫ് 2x എന്ന് പറയുമ്പോൾ എന്താണ്, 2 തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ, sin 2x by 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് d/dx ഓഫ് ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഡെറിവേറ്റീവ് കിട്ടിയത്, cos 2x ആണ്. ഈ ഡെറിവേറ്റീവിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്ത് കിട്ടണം, ആ ഫംഗ്ഷൻ കിട്ടണം. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ എന്താണ്, d/dx ഓഫ് sin 2x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, sin 2x by 2 ചെയ്യണം. sin 2x d/dx ഓഫ് sin 2x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, cos 2x into 2 ആണ്. നമ്മുടെ ആൻസറിൽ എന്താ ഉള്ളത്, cos 2x മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 കൂടെ വന്നാലേ ആ 2 2 കൂടെ ക്യാൻസൽ ആയി പോയി നമുക്ക് ആൻസറിൽ cos 2x മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇതെങ്ങനെ വന്നു, ഇന്റഗ്രൽ cos 2x എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരുന്നത്, sin 2x by 2 എന്ന് വരുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ 3x² plus 4x³ അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ഡയറക്റ്റ്. ഇന്റഗ്രൽ x⁻n എന്ന് പറയുന്നത് x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 3x³ by 3 plus 4x⁻4 by 4. ഇതും കട്ടായി പോകും, ഇതൊന്നും കട്ടായി പോകും. നമ്മുടെ ആൻസർ എന്ത് കിട്ടും, x⁻3 plus x⁻4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ എന്ത് കണ്ടുപിടിക്കുന്നത്, ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് നോക്കിക്കേ, ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. ക്വസ്റ്റ്യൻ എന്താണ്, x³ minus 1/x². അപ്പം ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ x³ minus 1/x². ഇനി നമുക്ക് ഓരോ ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. x³ ഡിവൈഡഡ് ബൈ x² മൈനസ് 1/x² സ്പ്ലിറ്റ് ചെയ്യാം. ഇത് നമുക്കിത് കട്ടായി പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ x മൈനസ് ഈ x 1/x² മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വരും, x⁻2 എന്ന് വരും. ഇനി നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഫോർമുല എന്താണ്, ഇന്റഗ്രൽ x⁻n എന്ന് പറയുന്നത് ഈക്വൽ ടു x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ആ ഫോർമുല അപ്ലൈ ചെയ്യൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, x²/2 മൈനസ് ഇനി x⁻2+1 that is -1 divided by -1 plus c എന്ന് വരും. അപ്പൊ നമുക്ക് x²/2 ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് x⁻−1 നമുക്ക് 1/x എന്ന് എഴുതാമല്ലോ, പ്ലസ് c. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, x²/2 പ്ലസ് 1/x പ്ലസ് c എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ഇന്റഗ്രൽ x⁻2/3 plus 1 dx. അപ്പൊ അഗെയിൻ നമുക്ക് ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ ഇന്റഗ്രൽ x⁻n dx ഫോർമുല അറിയാമെങ്കിൽ അത് ചെയ്യാം. x⁻n dx എന്താണ്, x⁻n+1/n+1 plus c അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, x⁻2/3 plus 1 dx ആണ്. അപ്പൊ നമുക്കത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇന്റഗ്രൽ x⁻2/3 plus 1 dx. അപ്പൊ നമുക്ക് x⁻2/3 plus 1 divided by 2/3 plus 1 plus എന്താണ്, ഇന്റഗ്രൽ dx, ഇന്റഗ്രൽ 1 dx. ഇന്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എന്താണ്, x ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, x⁻2/3 plus 1 plus 2/3 plus 1 plus x plus c എന്ന് വരും. അപ്പൊ 2/3 plus 1 അപ്പൊ 2 plus 3/3 that is 5/3 എന്ന് വരും. x⁻5/3 divided by 5/3 plus x plus c എന്ന് കിട്ടും നമ്മുടെ ആൻസർ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ്. അഗൈൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അറിയാവുന്ന ഫോമിലാക്കി ഇന്റഗ്രേറ്റ് ചെയ്യാന്നാണ് നോക്കേണ്ടത്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. കൊസീക് എക്സ് ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്ത് വരും? കൊസീക് സ്ക്വയർ എക്സ് എന്ന് വരും അല്ലെ. ഇനി കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ന് പറയുന്ന കൊസീക് എക്സ് കോട്ട് എക്സ്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ് നമ്മളിപ്പോ പഠിച്ചായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. അതുപോലെ ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് നമുക്ക് നോൺ ഐഡന്റിറ്റി ആണ്. ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കൊസീക് എക്സ് ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കോട്ട് എക്സ് പ്ലസ് ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് പഠിച്ച സമയത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് ഒരുപാട് ടേംസ് ഉണ്ടെങ്കിൽ ഓരോ ടേംസിനെ സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇന്റഗ്രൽ ഓഫ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ് ആണ്, പ്ലസ് ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് ആണ്. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോട്ട് എക്സ് മൈനസ് കൊസീക് എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അറിയാവുന്ന നോൺ ഫോമിലോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്തേ. 1 ബൈ കോസ് സ്ക്വയർ എക്സ് 1 ബൈ കോസ് എക്സ് എന്താണ്? 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് ആണ്. അപ്പൊ 1 ബൈ കോസ് സ്ക്വയർ എക്സിന് നമുക്ക് എന്ത് എഴുതാം? സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനി അടുത്തത് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. അപ്പൊ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലെ. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്ന ടാൻ എക്സ് ആണ്. അത് കഴിഞ്ഞ് റിമൈനിങ് ഒരു 1 ബൈ കോസ് എക്സ് ഉണ്ട്. 1 ബൈ കോസ് എക്സ് എന്താണ്? സീക്ക് എക്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ഇന്റഗ്രൽ ടാൻ എക്സ് സീക്ക് എക്സ് എന്ന് വരും. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. ഇന്റഗ്രൽ ടാൻ എക്സ് സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ടാൻ എക്സ് മൈനസ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ആന്റി ഡെറിവേറ്റീവ്, അതായത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x ക്യൂബ് മൈനസ് 6 വേർ എഫ് ഓഫ് 0 ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇന്റഗ്രൽ 4x ക്യൂബ് മൈനസ് 6. അപ്പൊ നമുക്ക് അറിയേണ്ട പ്രോപ്പർട്ടി ആകെ ഇന്റഗ്രൽ x റൈസ് ടു n dx is equal to x raised to n plus 1 by n plus 1. അപ്പൊ ഇതെങ്ങനെ വരും? 4x raised to 4 divided by 4 മൈനസ് ഇന്റഗ്രൽ 1 into dx എന്ന് പറയുന്നത് x ആണല്ലോ. അപ്പൊ മൈനസ് 6x പ്ലസ് c എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? x raised to 4 മൈനസ് 6x പ്ലസ് c എന്ന് വരും. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? എഫ് ഓഫ് 0 is equal to 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എഫ് ഓഫ് എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 is equal to 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ടേമും 0 ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 0 പ്ലസ് സി ഈക്വൽ ടു 3. അതിൽ നിന്ന് സിയുടെ വാല്യൂ കിട്ടി, 3 എന്ന് കിട്ടി. ഇനി നമുക്ക് അതിനെ എഫ് ഓഫ് എക്സ് ചെയ്താലോ? എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. എക്സ് റൈസ് ടു 4 മൈനസ് 6x പ്ലസ് സി. സിയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് 0 3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. സിയുടെ വാല്യൂ കണ്ടുപിടിച്ചപ്പോ 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എക്സ് റൈസ് ടു 4 മൈനസ് 6x പ്ലസ് 3 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ചില ഇന്റഗ്രൽ ഫോം തന്നിട്ടുണ്ടായിരിക്കും, അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റാത്ത ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ വേരിയബിൾ എക്സിനെ നമ്മൾ വേറൊരു വേരിയബിൾ ടി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് ഇന്റഗ്രൽ സൈൻ
എം എക്സ്, ഇന്റഗ്രൽ സൈൻ എം എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയാം ഇന്റഗ്രൽ സൈൻ എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് അറിയാം കോസ് എക്സ് ആണ്, പക്ഷെ ഇവിടെ സൈൻ എം എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എം എക്സിന് പകരം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും സൈൻ എം എക്സ് ഡി എക്സ് ആണ്. ഈ എം എക്സിന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇന്റഗ്രേറ്റ് നമ്മൾ ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ് ആണ്. ആ വേരിയബിൾ എക്സിന് നമ്മൾ ചേഞ്ച് ചെയ്ത് ടി കൊടുത്താൽ നമ്മൾ ചെയ്യേണ്ട വേരിയബിൾ, അവിടുത്തെ വേരിയബിൾ എന്താവും? ഡി ടി ആവണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് എം എക്സ് ഇൻറ്റു ഈക്വൽ ടു രണ്ടിടത്തും ഡി ബൈ ഡി എക്സ് എടുക്കുക, ഡി ടി ബൈ ഡി എക്സ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഇവിടെ എന്ത് വരും? എം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്, ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് കിട്ടും. അതിൽ നിന്ന് ഡി ടിയുടെ വാല്യൂ ഈക്വൽ ടു എം ഡി എക്സ് എന്ന് വരും. അപ്പൊ ഡി ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എം ഡി എക്സ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ എം എക്സിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഡി എക്സിന് പകരം ഇവിടെ എന്താണ്? ഡി ടി കൊടുക്കണമെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ എം ആണ്. അപ്പൊ ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഡിവൈഡഡ് ബൈ എം ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ. എം കോൺസ്റ്റന്റ് ആണ്, 1/m ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് ടി ആണ് അല്ലെ. ഇനി 1/m ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് 1/m അസിസ്റ്റ് ചെയ്താൽ ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോസ് ടി ആണ്, പ്ലസ് സി എന്ന് വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് കോസ് ടി ബൈ എം പ്ലസ് സി എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ എന്താണ്? ടി എന്ന വേരിയബിൾ എന്ന ഫോമിലല്ല. അപ്പൊ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1/m ഇൻറ്റു കോസ് ടിക്ക് മൈനസ് 1/m ഇൻറ്റു കോസ് ടിക്ക് പകരം എന്ത് കൊടുക്കുക? എം എക്സ് എന്ന് കൊടുക്കുക, പ്ലസ് സി. അപ്പൊ നമുക്ക് എങ്ങനെ വരും? കോസ് മൈനസ് കോസ് എം എക്സ് ഡിവൈഡഡ് ബൈ എം പ്ലസ് സി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പൊ അടുത്ത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? 2x സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇവിടെ ഇൻറ്റു ഡി എക്സ്. നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ സിംപ്ലിഫൈ ചെയ്തും നമുക്ക് അറിയാവുന്ന ഫോമിലാക്കി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. പല മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് എളുപ്പത്തിന് ചെയ്യാം. 2x വേണമെങ്കിലും കൊടുക്കാം, x സ്ക്വയർ പ്ലസ് 1 വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ എപ്പോഴും നോക്കുക, x സ്ക്വയർ പ്ലസ് 1 കൊടുക്കുന്നതായിരിക്കും എളുപ്പം. x സ്ക്വയർ പ്ലസ് 1 നമ്മൾ t കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2x dx എന്ന് പറയുന്ന ഈക്വൽ ടു എന്ത് കിട്ടും? dt കിട്ടും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് x സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x dx ഇസ് ഈക്വൽ ടു dt എന്ന് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വളരെ എളുപ്പമായി. അപ്പം 2x dx dt ആയും x സ്ക്വയർ പ്ലസ് 1 t എന്നും കൊടുത്തു. അപ്പൊ നമുക്ക് എങ്ങനെ വരും? സൈൻ x സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? t ആണ്. അപ്പൊ സൈൻ t 2x dx ഇസ് ഈക്വൽ ടു dt അല്ലേ. അപ്പൊ അതിന് 2x dx ന് പകരം dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രൽ സൈൻ ടി dt. ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോസ് ടി പ്ലസ് സി. ഫൈനൽ ആൻസർ ടിയുടെ വേരിയബിൾ അല്ല കൊടുക്കേണ്ട, എക്സിന്റെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പൊ മൈനസ് കോസ് ഓഫ് ടി എന്ന് പറയുന്ന ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തത്? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ മൈനസ് കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് എക്സ് വരുമ്പോഴേ നമ്മൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ വരും. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം ഡി എക്സ് ആയി മാറും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ച് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം? ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ സൈൻ ടി
ഇവിടെ നമ്മൾ ഇന്റഗ്രൽ സൈൻ ടി. ഇനി ഡി എക്സിന് പകരം ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഡി ടി. നമുക്ക് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം 1 ബൈ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനെയും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് എക്സ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ഡി എക്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡി എക്സിന്റെ വാല്യൂ കിട്ടുമല്ലോ. ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും? സൈൻ ടി ഡി ടി എന്ന് വരും. എന്താണ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന ഈക്വൽ ടു ഡി ടി ആണല്ലോ. അപ്പൊ ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് വരും. ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോസ് ടി പ്ലസ് സി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഓഫ് ടിക്ക് പകരം എന്താണ്? ടി എന്ന് പറയുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ മൈനസ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമ്മൾ നേരത്തെ ഇക്വേഷൻസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു ടാനിന്റെയും കോട്ടിന്റെയും ഒന്നും ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന് പല സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്താണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇന്റഗ്രൽ ടാൻ എക്സ്. ഇന്റഗ്രൽ ടാൻ എക്സ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാം? ടാൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ് എന്ത്? ടാൻ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. കോസ് എക്സിന് പകരം നമ്മള് കോസ് എക്സിന് പകരം നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. അപ്പൊ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ഇനി ഇന്റഗ്രൽ മൈനസ് 1 ബൈ ടി ഡി ടി. 1 ബൈ ടി എന്ന് പറയുമ്പോൾ എന്താണ്? ലോഗ് ടി ആണ് അല്ലെ. മൈനസ് ലോഗ് മോഡുലസ് ഓഫ് ടി പ്ലസ് സി എന്ന് വരും. ടി എന്ന് പറയുന്ന ടീനിക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത? കോസ് എക്സ് ആണ്. അപ്പൊ മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അപ്പൊ മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് കോസ് എക്സ് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സ് വരുന്നത് എന്താണ്? സീക്ക് എക്സ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഫോമുലയും നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MCQs ഒക്കെ എന്താണ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് നമുക്ക് കണ്ടുപിടിച്ച് അതിലോട്ട് എത്താൻ പറ്റും ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പരീക്ഷ ഹോളിൽ ഇരുന്ന് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഈ റിസൾട്ട് ഒക്കെ നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താണ് പ്രോബ്ലംസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് സീക്ക് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ലോഗ് സീക്ക് എക്സ് ലോഗ് കോസ് എക്സ് ഇൻവേഴ്സ് വരുന്ന സമയത്ത് എന്ത് വരും? ലോഗ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് വരും. ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. കോസ് എക്സ് ബൈ സൈൻ എക്സ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. മറ്റേ നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ഇവിടെ കോസ് എക്സ് ബൈ സൈൻ എക്സ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇന്റഗ്രൽ കോട്ട് എക്സ് എന്ന് പറയുന്ന ഓർത്തിരിക്കുക ലോഗ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സിയും ഇന്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. അപ്പം ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്താണ്? ലോഗ് സീക്ക് എക്സ് പ്ലസ് സിയും ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് ലോഗ് സൈൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സിയും ഇന്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. ഇനി അടുത്തത് ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. അപ്പൊ നമ്മൾ കുറച്ച് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ ഓർത്തെടുക്കുക. ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എടുത്ത് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ദാണ്ടെ ഇത് നമ്മൾ ഒന്ന് ഏതെങ്കിലും ഒരു ഫോർമുല ബുക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്റഗ്രേഷൻ ചാപ്റ്ററിൽ പല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ tan 3x എന്താണ്? tan 3x എന്ന് പറയുന്നത് 3 tan x മൈനസ് tan ക്യൂബ് എക്സ്. ഇതൊക്കെ എങ്ങനെ വന്നു? അതിന്റെ പ്രൂഫ് ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള അതിന്റെ ഫൈനൽ റിസൾട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക. tan 3x എന്താണ്? 3 tan x മൈനസ് tan ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ എക്സും
cos x plus cos y എന്ന് പറയുന്നത് 2 cos of x plus y by 2 into cos of x minus y by 2 cos x minus cos y എന്ന് പറയുന്നത് minus 2 sin x plus y by 2 into sin x minus y by 2 sin x plus sin y 2 sin x plus y by 2 into cos x minus y by 2 sin x minus sin y എന്ന് പറയുന്നത് 2 cos x plus y by 2 into sin x minus y by 2 2 cos x cos y എന്ന് പറയുന്നത് cos of x plus y plus cos of x minus y minus 2 sin x sin y cos of x plus y minus cos of x minus y 2 sin x cos y sin of x plus y plus sin of x minus y 2 cos x sin y sin of x plus y minus sin of x minus y അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട് ഇവിടെ തന്നിട്ടുണ്ട് tan of x plus y tan x plus tan y by 1 minus tan x tan y tan of x minus y വരുമ്പോൾ tan x minus tan y divided by 1 plus tan x tan y അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള റിസൾട്ട് എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പൊ അത്തരം റിസൾട്ട് നമുക്ക് ഓർത്ത് വെച്ചാൽ ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ബേസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ cos square x dx. അപ്പൊ ഇന്റഗ്രൽ cos square x dx എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ cos 2x എന്ന് പറയുന്നത് ഈക്വൽ ടു 2 cos square x minus 1 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? cos square x എന്ന് പറയുന്നത് ഈക്വൽ ടു cos 2x plus 1 divided by 2. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. cos 2x cos square x ഫോമിലാണ്. cos square x എന്താണ്? cos 2x plus 1 by 2 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇന്റഗ്രൽ 1 by 2 പുറത്തെടുക്കുക, cos 2x plus 1 dx എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫസ്റ്റ് ടേം എന്താ? cos 2x by 2 plus 1 by 2 dx. cos 2x by 2 ഇന്റഗ്രൽ cos 2x എന്ന് പറയുമ്പോൾ എന്താണ്? sin 2x by 2 ആണ്. ഇവിടെ ഓൾറെഡി ഒരു by 2 ഉള്ളതുകൊണ്ട് 2 into 2 4 എന്ന് വരും. പ്ലസ് 1 by 2 ഓൾറെഡി ഉണ്ട്. 1 by 2 into ഇന്റഗ്രൽ dx എന്ന് പറയുമ്പോൾ x ആണ് വരുന്നത്. അപ്പൊ sin 2x by 4 plus x by 2 plus c എന്ന് വരും. അപ്പൊ ഇവിടെ വേറൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? sin x cos x. sin 2x ഇവിടെ നോക്കിയ sin 2x ഉം അടുത്തത് cos 3x ആണ്. അത് ഏത് ഫോമിലാണ്? sin x ഇവിടെ 2x ഉം ഇവിടെ 3x ഉം ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? sin x cos y എന്ന ഫോമിലാണ്. sin x cos y രണ്ട് ഡിഫറെന്റ് ആണല്ലോ. sin x cos y എന്ന ഫോമിലാണ്. sin x cos y യുടെ ഫോമുല എന്താണ്? sin of x plus y plus sin of x minus y whole divided by 2 ആണ്. ആ ഫോമുല വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 1 by 2 into sin of x plus y. ഇവിടത്തെ x എന്ന് പറയുന്നത് 2x ഉം y എന്ന് പറയുന്നത് 3x ആണ്. അപ്പൊ x plus y 2x plus 3x 5x എന്ന് വരും. അപ്പൊ sin 5x plus x minus y 2x minus 3x minus x എന്ന് വരും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. 1 by 2 into sin 5x minus sin of minus x എന്താണ്? minus sin x ആണല്ലോ. അപ്പൊ sin 5x minus sin x dx എന്ന് എഴുതാം. 1 by 2 into sin 5x എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ സൈൻ ആണ്. ഇന്റഗ്രൽ sin x മൈനസ് cos x ആണ്. അപ്പൊ ഇന്റഗ്രൽ sin 5x എന്താണ്? മൈനസ് cos 5x ഡിവൈഡ് by 5 ആണ്. ഇനി മൈനസ് പുറത്തുണ്ട്. ഇന്റഗ്രൽ sin x എന്ന് പറയുന്നത് മൈനസ് cos x ആണ്. അപ്പൊ ആ മൈനസും കൂടെ പ്ലസ് ആവുമ്പോൾ എങ്ങനെ വരും? 1 by 2 into മൈനസ് cos 5x by 5 പ്ലസ് cos x plus c. ഈ by 2 മൊത്തത്തിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് cos 5x ഡിവൈഡഡ് by 10 പ്ലസ് cos x by 2 പ്ലസ് c എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ്. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ ഈ സൈൻ ക്യൂബ് നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സൈൻ ക്യൂബ് റിസൾട്ട് വരുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് ആലോചിക്കുക. അപ്പൊ സൈൻ 3x ഉണ്ട്. സൈൻ 3x 3 sin x minus 4 സൈൻ ക്യൂബ് എക്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 3 sin x മൈനസ് സൈൻ 3x by 4 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? 1 by 4 3 sin x മൈനസ് സൈൻ 3x into dx. ഇനി നമുക്ക് സിംപ്ലിഫൈ 1 by 4 into integral 3 sin x dx minus integral sin 3x dx. ഇനി ഇന്റഗ്രൽ 3 പുറത്തെടുക്കുക. ഇന്റഗ്രൽ sin x മൈനസ് cos x ആണ്. അപ്പൊ മൈനസ് 3 cos x. ഇനി മൈനസ് ഇന്റഗ്രൽ sin 3x എന്താണ്?
മൈനസ് കോസ് 3x ഡിവൈഡ് ബൈ 3. ഈ മൈനസും അകത്തുള്ള മൈനസും കൂടെ പ്ലസ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 3 cos x പ്ലസ് കോസ് 3x ബൈ 3 പ്ലസ് സി എന്ന് വരും. ഇനി ഈ 4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പം നമുക്ക് മൈനസ് 3/4 cos x, ഇത് നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 1/4 cos 3x ഡിവൈഡ് ബൈ 4 into 3 12 വരും. അപ്പൊ cos 3x ബൈ 12 പ്ലസ് സി എന്നും വരും. ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എല്ലാവരും നോക്കി വെക്കുക. ഇനി അടുത്ത് എന്താണ്? ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ആ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. വേറെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 1 പ്ലസ് എക്സ് സ്ക്വയറിന് t കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2x dx is equal to dt എന്ന് കിട്ടും. അപ്പൊ നമുക്ക് dx is equal to dt divided by 2x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 പ്ലസ് എക്സ് സ്ക്വയറിനെ നമ്മൾ t എടുത്തു. അപ്പൊ നമുക്ക് 2x dx is equal to dt എന്ന് കിട്ടും. ഇനി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x dx is equal to dt. 2x dx is equal to dt. അപ്പൊ അങ്ങനെ എഴുതാം, ഇന്റഗ്രൽ dt ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം എന്താ കൊടുത്തത്? t ആ കൊടുത്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് t പ്ലസ് സി. ലോഗ് ടിക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് നോക്കിക്കേ, സൈൻ സ്ക്വയർ. സൈൻ സ്ക്വയർ നമുക്ക് റിസൾട്ടിൽ വരണമെങ്കിൽ കോസ് 2x 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് കണ്ടുപിടിക്കാം. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് 1 മൈനസ് കോസ് 2x ബൈ 2 ആണ്. സൈൻ സ്ക്വയർ എക്സ് എന്താണ്? sin square x is equal to 1 minus cos 2x divided by 2. അപ്പൊ sin square x ന് പകരം ഇവിടെ x അല്ല, x ന് പകരം എന്താണ്? 2x plus 3 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 minus cos 2x by 2 ആണ്. അപ്പം 1/2 into integral 1 minus cos 2x. 2x ന് പകരം ഇവിടെ എന്താണ്? 2x plus 3 ആണ്. അപ്പൊ 2 into 2x plus 3 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4x plus 6 into dx എന്ന് വരും. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തേ, 1/2 into ഫസ്റ്റ് ടേം ഇന്റഗ്രൽ 1x മൈനസ് ഇന്റഗ്രൽ cos of 4x plus 6 into dx. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 1/2 into ഇന്റഗ്രൽ 1 dx x തന്നെയാണ്. ഇനി ഇന്റഗ്രൽ cos x എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ cos x sin x ആണ്. അപ്പം ഇവിടെ ഇന്റഗ്രൽ cos of 4x plus 6 ആണ്. അപ്പൊ ഇന്റഗ്രൽ cos 4x plus 6 എന്ത് വരും? sin 4x plus 6 divided by d by dx of 4x plus 6 എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് വരും? 1/2 into x minus sin 4x plus 6 divided by 4 എന്ന് വരും. അപ്പം നമുക്ക് ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടിക്കാണും. ഇന്റഗ്രേഷൻ ബേസിക് ആയിട്ട് എന്താണ് ഇന്റഗ്രേഷൻ, അതും ഡിഫറൻസിയേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പഠിച്ചു, ബേസിക് ആയിട്ടുള്ള കുറെ ഫോർമുലാസ് പഠിച്ചു. ഇനി മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷനിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ പഠിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. ഇനി ഈ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ ആശംസകൾ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ട്സ് ആക്സസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്കിൽ നിങ്ങൾക്ക് അംഗമാവാവുന്നതാണ്. താങ്ക് യു.